ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ആരോഗ്യവും ഒഴിവു സമയവും അധിക പേരും വഞ്ചിക്കപ്പെടുന്ന രണ്ട് അനുഗ്രഹങ്ങളാണെന്ന്. ജീവിതം സെക്കൻഡുകൾ അടക്കി വെച്ച ഒരു യാത്രയാണ്. ഒരു 63 വയസ്സുകാരൻ ജീവിക്കുന്നത് കേവലം 22,995 ദിവസങ്ങളാണ്. അഥവാ 22,995 സ്റ്റെപ്പുകളുള്ള ഒരു കോണിലാണ്. ജീവിതത്തിൽ നമ്മൾ എത്ര സ്റ്റെപ്പുകൾ പിന്നിട്ടു? ഇനി എത്ര ബാക്കി? സമയം കിട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യുന്നതും സമയമുണ്ടാക്കി ചെയ്യുന്നതും വ്യത്യസ്തമാണ്. ജീവിതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ സമയത്തെയും സ്നേഹിക്കുക. കാരണം സമയമാണ് ജീവിതം. വൈകി വരുന്ന തിരിച്ചറിവുകൾക്കായി സമയം കാത്തിരിക്കില്ല. സമയവും തിരമാലയും ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല. മനുഷ്യകുലത്തിനാകമാനം തുല്യമായി നൽകപ്പെട്ട ഒരു അനുഗ്രഹമാണ് സമയം. സെക്കൻഡുകളും മിനിറ്റുകളും മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളുമാണ് സമയത്തിൻ്റെ അളവുകോൽ. പുതുവർഷങ്ങൾ ആഘോഷത്തിൻ്റേതല്ല, വിചിന്തനത്തിൻ്റേതാണ്. മാറി മറിഞ്ഞു വരുന്ന രാത്രിയെ അല്ലെങ്കിൽ പകലിനെ ശാശ്വതമാക്കപ്പെട്ടാൽ മനുഷ്യൻ്റെ അവസ്ഥ എത്ര പരിതാപകരം. രാത്രിയും പകലും മനുഷ്യന് ലഭിച്ച രണ്ട് വലിയ അനുഗ്രഹങ്ങൾ. രാത്രി സായോജ്യമണയാൻ, പകല് ഉപജീവനം തേടാൻ. സമയം അനുഗ്രഹവും പരീക്ഷണവുമാണ്. നാം ഓരോ നിമിഷവും നിരീക്ഷിക്കപ്പെടുന്നു. നമ്മിൽ സുഹൃതവാന്മാർ ആരാണെന്നറിയാൻ റിസൾട്ട് ഖിയാമത്ത് നാളിൽ മലായിക്കത്ത് കോപ്പി സഹിതം നമുക്ക് നൽകും. സമ്പത്ത് ചിലവഴിക്കുമ്പോഴുള്ള ആലോചനയും ശ്രദ്ധയും സമയം ചിലവഴിക്കുമ്പോൾ ഉണ്ടാവാറില്ല. സമയം ചിലവാക്കി പണം സമ്പാദിക്കാം, എന്നാൽ പണം കൊടുത്ത് സമയം സമ്പാദിക്കുക അസാധ്യമാണ്. ആരോഗ്യകാലത്ത് മനുഷ്യന് സൃഷ്ടാവിനെ ഓർക്കാൻ സമയം ഉണ്ടാവാറില്ല. സമയം ഉണ്ടാവുമ്പോൾ ആരോഗ്യം ഉണ്ടാവാറില്ല. സമയവും ആരോഗ്യവും സംഘിക്കുന്ന യുവത്വമാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ കാലം. ദിവസവും സൃഷ്ടാവ് തരുന്ന സെക്കൻഡുകൾ 86,400. സമയം സൃഷ്ടാവിൻ്റെ ദാനം. സമയത്തിന് ബർക്കത്ത് നൽകുവാനായി അവനോട് ഇരക്കുക തന്നെ വേണം. 45 വയസ്സ് വരെ മാത്രം ജീവിച്ചിട്ടുള്ള നവവി ഇമാം റളിയല്ലാഹു അൻഹു ഓരോ ദിവസത്തിനും ഒരുപാട് പേജുകൾ രചിച്ചിട്ടുണ്ടായിരുന്നു. ആരോഗ്യത്തെക്കുറിച്ചുള്ള ചോദ്യം നേരിടാതെ മഹ്ശറിൽ ഒരു പാദവും മുന്നോട്ട് ചലിക്കില്ല. ഓരോ പ്രവൃത്തിയുടെയും തുടക്കം മരണാനന്തരം ഗുണം ലഭിക്കുമോ എന്ന ചിന്തയോടുകൂടിയായിരിക്കുക. സമയവിനിയോഗത്തിന് ആസൂത്രണം അനിവാര്യമാണ്. ദിവസവും ചെയ്തു തീർക്കേണ്ടവയ്ക്ക് സമയപട്ടിക സ്വയം തയ്യാറാക്കുക. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. തടസ്സമായി കരുതാതിരിക്കുക. ആരോഗ്യകാലത്ത് സുഹൃത്തുക്കൾ നട്ടാൽ അനാരോഗ്യകാലത്ത് ചെയ്യാതെ കൊയ്യാം. ജീവിതം മുഴുവൻ സുഹൃതമാകണോ? മുഴുവൻ കർമ്മങ്ങളിലെയും ഉദ്ദേശം നന്നാക്കുക. നിയ്യത്ത് നന്നാക്കലാണ് പ്രാധാന്യം. വിശ്വാസിക്ക് ഒഴിവു സമയമില്ല. സ്വഹാബത്ത് സമ്പത്തിൽ ഉദാരമനസ്കരും സമയത്തിൽ പിശുക്കരുമായിരുന്നു. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നമ്മുടെ ഓരോ ദിവസവും സുഹൃതം കൊണ്ട് ധന്യമാക്കാൻ വിളംബരം ചെയ്തുകൊണ്ടാണ് പിറന്നു വീഴുന്നത്. കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഓരോ ദിവസവും ഉപയോഗപ്പെടുത്തണം. ഉറങ്ങുന്നതിന് മുമ്പ് സ്വന്തത്തോട് ചോദിക്കണം, ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. പ്രഭാതം കണ്ടവൻ പ്രദേശത്തെയും പ്രദേശം കണ്ടവൻ പ്രഭാതത്തെയും കാത്തു നിൽക്കരുത്. പാസ്റ്റ് ഈസ് ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് മിസ്റ്ററി ആൻഡ് പ്രസന്റ് ഈസ് പ്രസന്റ്. ഭൂതം ചരിത്രമായി, ഭാവിയാണെങ്കിൽ നിഗൂഢതയും. വർത്തമാനമാണ് സമ്മാനം കയ്യിലുള്ളത്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, മനുഷ്യൻ എത്ര വിഡ്ഢിയാണ്. ഭാവിയെക്കുറിച്ചോർത്ത് വർത്തമാനം മറക്കുന്നു, ഭാവിയിൽ ഭൂതത്തെക്കുറിച്ചോർത്ത് വിലപിക്കുകയും ചെയ്യുന്നു. സമയം ഒരു വാള് പോലെയാണ്, അതിനെ അളന്നു മുറിച്ചില്ലെങ്കിൽ അത് നിന്നെ മുറിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉദയാസ്തമയത്തിനിടയിൽ ഒന്നും പഠിക്കാത്ത ദിവസമാണ് എനിക്ക് ഏറ്റവും സങ്കടകരമായ ദിനം. എവിടെ നിന്റെ പഠനം നിലക്കുന്നുവോ അവിടെ നിന്റെ മരണം ആരംഭിക്കുന്നു. ഇന്നലത്തേക്കാൾ നല്ല ഇന്ന്, ഇന്നത്തേക്കാൾ നല്ല നാളെ എന്നതാവണം നമ്മുടെ ലക്ഷ്യം. അതിന് ഇന്നിൻ്റെ സമയം ഉപയോഗപ്പെടുത്തണം. ഒരു കാര്യം ചെയ്യാൻ എനിക്ക് സമയമില്ല എങ്കിൽ ഞാൻ അതിന് വേണ്ടുന്ന പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് വാസ്തവം. സമയം അഥവാ ജീവിതം അനുനിമിഷം ഉരുകിക്കൊണ്ടിരിക്കുന്ന ഐസ് കട്ട മാത്രം. ഓർക്കുക, മരിച്ചു പോയവർക്ക് നിലച്ചു പോയത് സമയമാണ്. നമുക്കിനി എത്രയുണ്ടാകുമെന്നറിയാത്തതും സമയമാണ്. ജാഗ്രത. ക്ലോക്ക് നമ്മോട് പറയുന്നു, മനുഷ്യ, എൻ്റെ കറക്കം നിന്റെ ആയുസ് കുറക്കുന്നു.